എൻ്റെ പേര് ലിസി ഉർമീസ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ജനുവരി 21 2020 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തിയും കൂടിയാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ 6 നിയമങ്ങൾ വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെയൊക്കെ പരിസരമൊക്കെ നോക്കിയപ്പോൾ നിറച്ച ആൾക്കാർ, ഇതിൻ്റെയൊക്കെ ഇരട്ടി തിരക്കായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ നിന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ മാതാവേ, നിൻ്റെ മധ്യസ്ഥയാൽ ഈശോനോട് പറഞ്ഞ് എല്ലാവരെയും കാര്യങ്ങൾ നടത്തി കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു. അവന് ക്യാമ്പസ് സെലക്ഷനിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. ഞാനത് നിയോഗത്തിൽ വെച്ച കാര്യമല്ല, പക്ഷേ എനിക്കത് അമ്മ നടത്തി തന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിച്ചത്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും, പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും. എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കാത്തിരിക്കും അച്ഛൻ്റെ ധ്യാനം കൂടാനായിട്ട്. തലേ ദിവസമേ ഞാൻ എല്ലാ പണികളും കഴിച്ചു വെച്ച് ഞാൻ ഫോണൊക്കെ ഓഫാക്കി ഞാൻ അവിടെ ഇരിക്കും. ഇത് മുഴുവൻ കേൾക്കും. അച്ഛൻ പറയണ വചനങ്ങളും എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും. എനിക്കത് കേൾക്കാനായിട്ട് ഒരു ചൊവ്വാഴ്ച കഴിഞ്ഞ് പിന്നത്തെ ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാറുണ്ട്. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് മരിയൻ ഉടമ്പടി ധ്യാനം കൂടാനായിട്ട്. അങ്ങനെ ഞാൻ കൂടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ, ഉടമ്പടി എടുത്തൊക്കെ മിക്കവർക്കും അറിയാം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിക്കുക എപ്പോഴും, ലിസി ഉടമ്പടി എടുത്തിട്ട് എന്താ നടന്നേ, എന്താ കാര്യങ്ങളാണ് നടന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യവും നടക്കാനല്ല, അവിടെ നിയോഗം പറഞ്ഞതിൽ 6 കാര്യം വെച്ചു. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കണം. ഞാനും ഈശോ അമ്മയായിട്ടുള്ളൊരു ജീവിതം. എൻ്റെ ഭർത്താവ് 9 കൊല്ലം മുമ്പ് മരിച്ചു. പെട്ടെന്ന് അറ്റാക്കായിട്ടാണ് മരിച്ചത്. അതിനുശേഷം എനിക്ക് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. രാത്രിയാകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഉറക്കമില്ലാണ്ട് കിടക്കേണ്ട കാര്യം ഓർക്കുമേ. പക്ഷേ ഞാനിവിടെ വന്ന് ഈ വിശുദ്ധ തൈലം എടുത്ത് ഞാൻ കണ്ണിൻ്റെ മുകളിൽ കുരിശ് വരച്ച്, നെറ്റത്തും കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയതിന് ശേഷം എനിക്ക് കിടക്കുമ്പോൾ തന്നെ ഉറക്കം വരും. അങ്ങനെ എനിക്കൊരു 5 മണിക്കൂറൊക്കെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. അത് അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയുടെ നിന്ന് എനിക്ക് നേടിത്തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി ഉടമ്പടി എടുത്തൊരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോൻ ജേക്കബിന് കഴുത്തിൻ്റെ താഴെ 2-3 ചെറിയ കഴല പോലെ കണ്ടു. അപ്പം ഞാൻ അത് തൊട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, പേടിക്കണ്ട മോനെ, അമ്മയുടെ തൈലം അമ്മ പരട്ടി തരാമെന്ന് പറഞ്ഞാൽ അവന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും ചൊല്ലി. അത് 2 ദിവസം പരട്ടിയപ്പോഴേക്കും പിന്നെ അത് ഒട്ടും ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിള്ളേരുടെ കാര്യമാണെങ്കിലും മൂത്ത മോന് ജോലി ബാംഗ്ലൂരാണ്. അവൻ അവിടേക്ക് പോകുമ്പോൾ ഞാൻ ഈ വിശുദ്ധ തൈലവും ഉപ്പും തേനും കൊടുത്തയക്കും. അത് അവൻ്റെ കൂട്ടിയുള്ളത് മാതാവിൻ്റെ കാശുരൂപം കൊന്തയിൽ ഞാൻ കഴുത്തിലിട്ടിട്ടാണ് വിടുന്നത്. ഞാൻ അതിലൊരു ധൈര്യത്തിലാണ് ഞാനിവിടെ ജീവിക്കണത്. അവൻ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കണത്. അപ്പം ഞാൻ വിളിക്കുമ്പോൾ അവൻ്റെ ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിക്കാറില്ല. ഞാൻ ചോദിക്കണത്, മോൻ പള്ളിയിൽ പോയോ, വചനം കാലത്ത് എൻ്റെ ചെല്ലിയോ എന്ന് ഞാൻ ചോദിക്കുക. ജോഷോ 1, 91 സങ്കീർത്തനം 103, ഇതെല്ലാം ജ്ഞാനം 9, ഇതെല്ലാം ഞാൻ പിള്ളേരെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം അവർ ചെല്ലും എല്ലാ ദിവസവും. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിട്ട്, ഈശോൻ്റെ മക്കളായിട്ട് മാതാവിൻ്റെ വിമലഹൃദയത്തിനെ പ്രതീക്ഷിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാനാണ് ഞാൻ പിള്ളേരോട് പറയുക. അങ്ങനെ എനിക്കിപ്പോഴും എൻ്റെ മക്കൾ വലിയ ഉദ്യോഗസ്ഥന്മാരാവണമെന്നാ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ഭക്തിയിൽ പിള്ളേർ വളർന്നു വരുന്നു. അതേപോലെ ഞങ്ങൾക്ക് 30 കൊല്ലമായിട്ട് ഞാൻ ഫ്ലാറ്റിൽ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾക്കിവിടെ ഒരു ഷോപ്പായിരുന്നു എറണാകുളത്ത്. അപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ആയ കാരണം എനിക്ക് ഫ്ലാറ്റാണ് പേടിയില്ലാണ്ട് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലുള്ള ആഗ്രഹിച്ചിരുന്നു, എനിക്ക് ഫ്ലാറ്റ് ഇവിടെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് അമ്മ പള്ളിയിൽ പോകാനൊക്കെ സൗകര്യത്തിന് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ ഇവിടെ നിലത്ത് വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് ആരും ഇല്ലാട്ടാ, അമ്മ തന്നെ എനിക്ക് സ്ഥലക്കച്ചവടം നടത്തി തരണം, ഒരു ഫ്ലാറ്റ് മേടിച്ച് തരണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കണ്ണീരോടുകൂടി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞ് ഞാനൊരു സ്ഥലത്തിൻ്റെ ചുറ്റും ഞാൻ ഉപ്പ് ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരിച്ച് ഉപ്പ് കൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സ്ഥലക്കച്ചവടം നടന്നു. ഫ്ലാറ്റ് സ്വന്തമായിട്ട് ഇപ്പോൾ വാങ്ങി. അത് ഞാൻ വിചാരിച്ചാലും നല്ല രീതിയിൽ നല്ലൊരു ഫ്ലാറ്റ് എനിക്ക് തന്നു അമ്മ. അതെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തന്നതാണ്. എൻ്റെ ഒരു മിടുക്കോ എൻ്റെ മക്കളുടെ മിടുക്കോ ഒന്നുമില്ല, ഈശോ മാതാവും കൂടി തന്നതാണ്. പിന്നെ മകന് കല്യാണം ആലോചിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, നല്ലൊരു മോളെ, ദൈവഭക്തിയുള്ളൊരു മോളെ എനിക്ക് തരണം അമ്മ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം കല്യാണം നടത്തി തന്നാലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ലൊരു മോളെ തന്നെ അമ്മ എനിക്ക് തന്നു.
കല്യാണം നമ്മുടെ ആര് നടത്തണേലും ഭംഗിയായിട്ട് അത്ര മനോഹരമായിട്ട് എൻ്റെ അമ്മ നടത്തി തന്നു. അമ്മ യേശു ആയിരുന്നു എനിക്ക് അവിടെ നടത്തി തന്നത്. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ പോലെ അത്ഭുതം പ്രവർത്തിക്കണ അമ്മയെന്ന് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് കുർബാനയ്ക്ക് പോയി. പള്ളിയുടെ അവിടെയും ഇവർ കല്യാണം നടക്കണ പള്ളിയുടെ അവിടെയും ഉപ്പ് വെതറി, ഹാളിൽ ഉപ്പ് വെതറി, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും മക്കളും കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് അമ്മ എനിക്ക് നടത്തി തന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യണത്, ഞാനും എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനും അനിതയും കൂടി പോയി എല്ലാ വ്യാഴാഴ്ചയും വയസ്സായ അമ്മമാർ താമസിക്കുന്ന സ്ഥലത്ത് കണ്ണില്ലാത്തവരുണ്ട്, അവരെ നടത്തിക്കും, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും. അതേപോലെ അവരെ ശുശ്രൂഷിച്ച് ഞങ്ങളെല്ലാ വ്യാഴാഴ്ചയും വരും. പിന്നെ ആരെയൊക്കെ ഞാൻ കാണുന്നുണ്ടോ അവരെയൊക്കെ ഞാൻ എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. എനിക്ക് വേണ്ടി ഞാനൊന്നും എടുത്ത് വെക്കാറില്ല. ആരെ എൻ്റെ മുമ്പിൽ വരണേ അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഇടുന്ന പേപ്പർ വാങ്ങി ഞാൻ ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കും, വഴിയിലൊക്കെ നടന്ന് കൊടുക്കാറുണ്ട്. ഇനിയും പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ നന്നാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈശോൻ്റെയും മാതാവിൻ്റെയും മോളായി എൻ്റെ മക്കളെയും ആ രീതിയിൽ എന്നെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നേ. അമ്മയെ കാത്തുകൊള്ളണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആരും ഇല്ലയെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മ ഈശോയും കൂടി നടത്തി തരും. ഞാനതിന് സാക്ഷിയാണ്. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം അവിടെ വന്നിട്ട്. ഞാൻ പണ്ടൊന്നും ബസ്സിൽ കയറി ഇങ്ങനെയൊന്നും ഇത്ര ദൂരേക്കൊന്നും വന്നിട്ടില്ല ഞാൻ. പക്ഷേ എനിക്ക് ആരും ഇല്ല എന്നെ സഹായിക്കാനെന്നുള്ള അവസ്ഥയിലായിപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഇവിടം വരെ എത്തി. ഇപ്പം ഞാൻ വന്നതും ബസ്സിൽ തന്നെയാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യായിരുന്നു ബസ്സിൽ കയറിയ. അങ്ങനെയുള്ള ഞാനിപ്പോൾ ബസ്സിൽ കയറി, ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഞാൻ എല്ലാ ആഴ്ചയും എല്ലാ മാസവും ഇവിടെ വരണത്. എല്ലാ മാതാവിൻ്റെയും ഈശോൻ്റെയും കൃപ കൊണ്ട് മാത്രമാണ്. വചനത്തിൽ വിശ്വസിക്കുക, നമ്മൾ ദൈവത്തിൽ ഇഷ്ടമുള്ളവരായി വളരുക, ജീവിക്കുക, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം അമ്മ നടത്തി തരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 115:12. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ഇവിടെ ലിസി എന്ന ഈ മകള് തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് എന്ത് കിട്ടി, എന്തിനാണ് ഇങ്ങനെ എപ്പോഴും കൃപാസനത്തിലേക്ക് പോകുന്നതെന്ന് തന്നോട് ചോദിക്കുന്നവരോട് തനിക്ക് ഒന്നും കിട്ടാനല്ല, തനിക്ക് അമ്മയെയും ഈശോയെയും കൂടുതൽ